ഇപ്പോൾ ഈ ചൂരൽമല മേഖലയിലാണ് രക്ഷാദൗത്യം പൂർണ്ണമായി നടന്നു വരുന്നത്. അതായത് മുണ്ടക്കൈ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ ഈ ചൂരൽമലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെതിൻ്റെ ഈ കൺട്രോൾ റൂമിലാണ്. ഈ ചൂരൽമലയിലാണ് കൺട്രോൾ റൂം ഉള്ളത്. അതിൻ്റെയൊക്കെ പ്രവർത്തനം ഇവിടെ വലിയ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അവരുടെയൊക്കെ പ്രവർത്തനം നടക്കുന്നത്. വളരെയേറിയ തിരക്കേറിയ കൺട്രോൾ റൂമാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാകും. എന്തായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതായത് ഈ മുണ്ടക്കൽ ഭാഗത്തിലോട്ട് തന്നെ ഈ പ്രവർത്തനം കൂടുതലായി കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശമൊക്കെ തന്നെ രാവിലെ മുതലുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് മഴ കൂടുതൽ ശക്തിയാർജിച്ചത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം അവർ കൂടെ ചേരുന്നതാണ്. എന്താണ് ഈ ഒരു ദിവസങ്ങളിലെ അതായത് ഈ ദുരന്തം വലിയ തരത്തിലുള്ള നാശം വിതച്ചിരിക്കുന്നു, എങ്ങനെയാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾ? ഇപ്പോൾ ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഫുൾ ഫ്ലെഡ്ജിലുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. അത് 350 ഫയർ സർവീസ് ജീവനക്കാരും 250 സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഉൾപ്പെടെ രാവിലെ 8 മണി തൊട്ട് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്ന് മണ്ണിനടിയിൽ നിന്ന് 8 ബോഡിയും 1 ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ റിക്കവറി എടുത്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇപ്പം മഴയുണ്ട്. അപ്പോൾ മഴ ഉണ്ടെങ്കിലും നമ്മൾ ആൾക്കാർ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. ഈ മുണ്ടക്കൈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഇനിയും അവിടെ ഈ അവശേഷിപ്പുകൾ നിരവധി ഉണ്ടാകും എന്ന് തന്നെയാണോ? അങ്ങനെയാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സേവനം അവിടെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിലെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? വളരെയധികം പ്രതിസന്ധി നേരിട്ട ഒരു സാഹചര്യം. ഇതിനേക്കാളും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അന്ന് സേനയുടെ എണ്ണം കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഫുൾ ഫ്ലഡ്ജിൽ ഇന്നലെ ഇന്നുമാണ് കൂടുതൽ പ്രവർത്തനം നടന്നു വരുന്നത്. ഈ ഒറ്റപ്പെട്ടു പോയ പല പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ? ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഫയർ സർവീസിലെ എല്ലാ ആൾക്കാരും മുണ്ടക്കൈ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ പിരിഞ്ഞു കിടക്കുന്ന മരങ്ങളും പാറക്കല്ലുകളും പ്രതിസന്ധിയായിരുന്നു. അത് കൂടുതൽ സേന വന്നതിന് ശേഷമാണ് അത് മാറ്റാൻ സാധിച്ചത്. ഇനി ഈ യന്ത്ര ഉപകരണങ്ങളൊക്കെ ഇല്ലാതെ ഒരു തിരച്ചിൽ അത് വളരെയധികം ദുഷ്കരം തന്നെയല്ലേ ഈ മുണ്ടക്കൈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം? യന്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് കൂടുതൽ എത്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ പൊക്ലൈൻ്റെ പല പല വെർഷനിലുള്ള മെഷീൻ വെച്ചിട്ടാണ് ഇപ്പം ഓപ്പറേഷൻ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 പൊക്ലൈൻ ഇപ്പം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം മാനുഷികമായിട്ടുള്ള സെർച്ച് നടക്കുന്നതല്ല, മെഷീൻ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അതിന് നമ്മുടെ ഒരു മേൽനോട്ടം കൂടെ ഉണ്ടെങ്കിൽ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസവും ഈ ദിവസവും ഒക്കെ ജീവനോടെ ആരെയെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? മെനിയാന്ന് പൊതുവെ ജീവനോടെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 1-2 ദിവസങ്ങൾ രക്ഷപ്പെടുത്തിയതിൽ കൂടുതലും ലൈവായിട്ടുള്ള ആൾക്കാരെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും എന്തായാലും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. എന്തായാലും ഈ മേഖലയിലൊക്കെ എത്തിപ്പെടുന്ന നിരവധിയായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ദുരന്തം എത്രമാത്രം ഈ ഒരു നാശം വിതച്ചു എന്ന് അത് നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം തന്നെയല്ലേ മുണ്ടക്കൈയൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പോഴും തന്നെ മണ്ണിടിയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ജീവനക്കാർ തന്നെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ പല സമയത്തും ഈ താൽക്കാലികമായ ആദ്യം ഒരു പാലം ഉണ്ടാക്കിയിരുന്നു. പിന്നീട് വെള്ളം അതിൻ്റെ ഒഴുക്ക് ശക്തി ആർജിച്ചപ്പോൾ പാലം പിന്നീട് മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിലൂടെയൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന നിരവധി പേരെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഉദ്യോഗസ്ഥർ അവരൊക്കെ തന്നെ എന്തായാലും ഈ സജീവമായി എല്ലാ മേഖലയിലും ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞത് റോപ്പ് റെസ്ക്യൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിങ്ങൾ പ്രയോഗിക്കുന്നതാണ്. പാലം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ ആൾക്കാർക്ക് ഭക്ഷണം അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് ഫയർ സർവീസ് ആദ്യത്തെ 3 ദിവസം വളരെ ഫലപ്രദമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു. പാലം വന്നതോടുകൂടി അതിൻ്റെ പ്രസക്തിയില്ല. അപ്പോൾ അടുത്ത ഓപ്പറേഷനിലോട്ട് നമ്മൾ പോയിരിക്കുകയാണ്. തീർച്ചയായും പാലം വരുന്നതോടുകൂടി കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് തെറ്റിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും കാര്യക്ഷമമായിട്ട് കൂടുതൽ നടത്താം. എന്തായാലും അത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. കൂടുതൽ മേഖലകളിലേക്ക് ഈ രക്ഷാപ്രവർത്തനം എത്തിക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ വേഗത ആവശ്യമാണ്. അങ്ങോട്ടേക്ക് യന്ത്ര ഉപകരണങ്ങൾ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ പാലം തയ്യാറാകുന്നതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്.